പ്രശാന്തേട്ട, മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായി മുഹമ്മദ് യൂനിസ് വരുന്നു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ കലാപം അടങ്ങിയിട്ടില്ല. ഇവരൊന്നും നിയന്ത്രിക്കാൻ അവിടെ ആരുമില്ല. പോലീസുകാരൊന്നും അവിടെ ചെല്ലുന്നില്ല. കാരണം പലരും അവധിയിലാണ്. ഈ IG ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടും അവർ തിരിച്ചു ചെല്ലുന്നത്. കാരണം ജീവന് ഭയമുള്ളതുകൊണ്ട് അവരാരും ജോലിക്ക് പോലും പോകുന്നില്ല. ആ രാജ്യത്ത് മുഴുവൻ അരക്ഷിതാവസ്ഥയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്നറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസ് അധികാരത്തിലെത്തിയെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തില്ലായിരുന്നു, അദ്ദേഹം അമേരിക്കയിലായിരുന്നല്ലോ, അവിടെ നിന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ എന്തായാലും മുഹമ്മദ് യൂനിസ് അധികാരത്തിലെത്തി എന്ന് പറഞ്ഞാലും ഇനി എന്തായിരിക്കും ബംഗ്ലാദേശിൽ, ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. എന്തോ സംഭവിക്കാനാണ്, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചില്ലേ. ഇനി മോദി യൂനിസിനെ വെക്കേണ്ടവർ വെച്ചതാണല്ലോ. കാരണം 67% കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നൊരു പാർട്ടി, അതായത് 271 സീറ്റും ഉണ്ടായിരുന്ന പാർട്ടി, അപ്പം 3/4 സീറ്റും അവർക്കായിരുന്നു. കാരണം 300 കണ്ടേ ഉള്ളൂ ഇവിടുത്തെ മൊത്തം. അങ്ങനെ നിന്നൊരു പാർട്ടി ഏതാണ്ട് 1% പോലും വരാത്ത ജനങ്ങൾ എന്ന് പറയുന്ന തീവ്രവാദികൾ പുറത്താക്കി അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ബംഗ്ലാദേശിന് പുറത്തുനിന്ന് താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിരുന്ന ഒരാളെ കൊണ്ട് പ്രധാനമന്ത്രിയാക്കി. ഇനി എന്താ സംഭവിക്കുക? യൂനസിന്റെ സ്വർഗവും ബംഗ്ലാദേശികളുടെ നരകവും. ബംഗ്ലാദേശ് നരകമായി. കാരണം ഇവരേതാണ്ട് 20 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. ഇപ്പം തുടർച്ചയായിട്ട് 3ാമത്തെ പ്രാവശ്യം വരികയാണ്. ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് പട്ടാള ഭരണം ഉണ്ടായിരുന്നല്ലോ 10-15 കൊല്ലം. പട്ടാള ഭരണത്തിന്റെ ഒരു സ്വാധീനം നേരത്തെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഓർമ്മയിൽ പട്ടാള ഭരണമാണ്. അതിനുശേഷം ഇവർ ഭരിച്ചു. പിന്നെ വേറെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഖാലിദ്, അവർ ഭരിച്ചു. പക്ഷേ ഇവരുടെ ഭരണം കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന ഭരണം എന്ന് പറഞ്ഞാൽ 2008 തൊട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ ഒരു സുവർണ്ണകാലമായിരുന്നു. ഇവർ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്കയൊന്നും വലുതായിട്ട് മൈൻഡ് ചെയ്തിട്ടുള്ള രാജ്യമല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഇന്ത്യക്ക് വട്ടം നിൽക്കുന്ന ബാക്കിയുള്ള രാജ്യങ്ങൾ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് പോലെ ചൈനയ്ക്ക് അവർ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റിയിരുന്നില്ല. പാകിസ്ഥാൻ വിഭജിച്ച് വന്നതായതുകൊണ്ട് ചൈനയും പാകിസ്ഥാനോട്ടുള്ള അടുപ്പം അവർക്കറിയാവുന്നുണ്ട്. അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഒരു പുരോഗതിയിലൂന്നി നിന്ന ഒരു ഭരണാധികാരിയായിരുന്നു. ആ ഒരു ലൈനിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെളി രാജ്യങ്ങളിലുമൊക്കെ കൂടുതൽ ബന്ധം പുലർത്തിയിരുന്ന, അല്ലെ പഠിച്ചിരുന്ന സമയത്തും, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരുടെ ചേട്ടത്തി സഹോദരിയുടെ മകള് ബ്രിട്ടനിലെ MP ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു വിഷൻ വേറെ വിഷനാണ്. അപ്പം ആ രീതിയിൽ ആ രാജ്യം പോയി. രാജ്യത്തിലെ പുരോഗതി GDP ഒക്കെ എന്ന് പറഞ്ഞാൽ 2008 ഇവരുടെ GDP 91 ബില്യൺ അമേരിക്കൻ ഡോളറായിരുന്നു ഇവർ കയറുമ്പം, മനസ്സിലാക്കിക്കൊണ്ട്. അപ്പം ഞാനീ പറഞ്ഞത് അത് 2000 ഇപ്പം അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് 202 ബില്യൺ അല്ല, അന്ന് കയറുമ്പോൾ പാകിസ്ഥാൻ ഈ 91 ബില്യൺ ഡോളർ ഉള്ളപ്പം പാകിസ്ഥാനിലെ അന്നത്തെ GDP എന്ന് പറഞ്ഞാൽ 2002 ബില്യൺ ഡോളറാണ് പാകിസ്ഥാനിൽ. ഇവരന്ന് അവിടെ വരുമ്പം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നാം പറയും. പക്ഷേ ഇപ്പം 2024 പാകിസ്ഥാനിലെ GDP 338 ബില്യൺ ഡോളറാണ്. പക്ഷേ ബംഗ്ലാദേശിലെ ഇപ്പം കലാപത്തിന് മുമ്പുള്ള കാര്യം പറഞ്ഞ് അത് 455 ബില്യൺ ഡോളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ആ രാജ്യത്തിൻ്റെ പുരോഗതി എത്രത്തോളം അവിടെ വന്നതിന് ശേഷം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആൾക്കാരുടെ വ്യവസായ സ്ഥാപനങ്ങൾ, തുണി വ്യവസായത്തിൽ നമ്പറാണ്, ഇന്ത്യക്കപ്പുറം. ഇപ്പോൾ അത് അവിടെ നശിച്ചുകൊണ്ട് ഇന്ത്യക്കൊരു ഗുണമുണ്ട്. ഇന്ത്യ ആ മേഖലയിൽ ഒന്നാമതാവും. കാരണം ഈ ബംഗ്ലാദേശ് തുണികളിലോട് നമുക്കും പറ്റും. പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അതിൻ്റെ കഴിവുണ്ട്. അപ്പോൾ അവർക്ക് മറികടക്കാൻ പറ്റും. ഇനിയിപ്പോൾ അവിടെ തുണി വ്യവസായവും വ്യവസായ സ്ഥാപനവും ഉള്ളതെല്ലാം കത്തിച്ച് കൂടെ കളഞ്ഞു. കാരണം അത് കത്തിക്കേണ്ടവർ പറഞ്ഞിട്ട് കത്തിച്ചിട്ടേ നിൽക്കത്തുള്ളല്ലോ, ഈ കലാപം നിൽക്കത്തുള്ളൂ. അതുപോലെ GDP പെർ ക്യാപിറ്റൽ എന്ന ഡെയിലിയുള്ള GDP എന്ന് പറഞ്ഞാൽ 2024 അവർ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ 1461. അപ്പോൾ ഈ 2020 ബംഗ്ലാദേശിൽ 2650. അതായത് ഒരു ദിവസത്തെ പെർ ക്യാപിറ്റൽ പോലും നോക്കുമ്പോൾ പാകിസ്ഥാനെ കാട്ടി $1000 വ്യത്യാസമാണ്. അപ്പോൾ വളരെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു രാജ്യമാണ്, മനസ്സിലാവുന്നുണ്ട്. ആ രാജ്യത്തിൻ്റെ പുരോഗതി യഥാർത്ഥത്തിൽ പാകിസ്ഥാന് സഹിക്കുന്നില്ല, ചൈനയുടെ നിയന്ത്രണത്തില്ലാത്തതുകൊണ്ട് ചൈനയ്ക്ക് സഹിക്കുന്നില്ല, അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് ഒന്നും സഹിക്കുന്നില്ല. അപ്പം അവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ പാകിസ്ഥാൻ പേരുള്ളൂ, ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് പറഞ്ഞു. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടല്ലോ, മാധ്യമം, അതെ, ഇതെല്ലാം ഒന്ന്. അപ്പോൾ അവർക്കിടെ ഒരു സ്വാധീന വലയത്തിൽ
ആ രാജ്യം നിൽക്കുക. പക്ഷേ അവരുടെ സ്വാധീന വലയം അല്ലെങ്കിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ ഉള്ളപ്പോഴും അവരെല്ലാം നിയന്ത്രിച്ച് ഒരു പരിധിക്കപ്പുറം പോകാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പോൾ ഇവരെ അവർ നിരോധിക്കുകയും ചെയ്തു. കാരണം ഇവരുടെ അതിപ്രസരത്തിലേക്ക് വന്നത് നിരോധിച്ചു. ഇപ്പോൾ അവരുടെ ഇപ്പോൾ 7 മാസം ആയല്ലോ അവർ വന്നിട്ട്. അപ്പം ഈ ഇലക്ഷൻ സമയത്ത് വിദ്യാർത്ഥി സംഘടനയെ നിരോധിച്ചു, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ശത്രുവായിട്ട് നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടന, അത് പാകിസ്ഥാൻ്റെ സ്വാധീനം അവിടെ ഉണ്ടല്ലോ, ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്, ഇതിനെ വിലക്കെടുത്തു. പാകിസ്ഥാൻ നേരത്തെ അവിടെ സ്വാധീനമുണ്ട്, ഇനി അമേരിക്ക വിലക്കെടുത്തു, അല്ലെങ്കിൽ ചൈന പോലെയുള്ള രാജ്യങ്ങൾ വിലക്കെടുത്തു. അവിടുത്തെ പട്ടാള മേധാവിയും മേധാവിക്ക് ചൈനയായിട്ട് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പം ഇവരെ എല്ലാം പട്ടാള മേധാവി ഇവരുടെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതായത് അന്ന് ഇയാളെ ഈ പട്ടാള മേധാവിയെ നിയമിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് മെസ്സേജ് പോയതാണ് ഇയാളെ യാതൊരു കാരണവശാലും നിയമിക്കരുത്. കേട്ടില്ല, ഒരു ബന്ധുവായതുകൊണ്ട് വിശ്വസ്തനായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ 45 മിനിറ്റിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഈ പട്ടാള മേധാവി പറഞ്ഞതിൽ ഒരു കാര്യം പറയുന്നത്, ഈ 45 മിനിറ്റിനകം ഇവർ രാജ്യം വിട്ടില്ലെങ്കിൽ ഇവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന അയാൾക്ക് തോന്നിയത് കൊണ്ടാണ് അയാൾ പെട്ടെന്ന് പോകാൻ പറഞ്ഞത്. തോന്നിയതുകൊണ്ടെന്ന് പറഞ്ഞാൽ കൊല്ലും. അയാൾക്ക് അയാളുടെ താല്പര്യം സംരക്ഷിക്കണം. അയാൾക്ക് നാളെ കാലത്തെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. പിന്നെ ഇതിനകത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. ഇപ്പോൾ ജോൺ ഞങ്ങൾ വലിയൊരു എൻ്റെ ഒരു സംവിധാനത്തിൽ ഇരുത്തിയല്ലോ വലിയ ജോണിനാണെങ്കിൽ ജോണിൻ്റെ ഈ ഇടുങ്ങിയ മനസ്സിൽ തോന്നുക, എനിക്ക് ഞാനിരിക്കുന്ന കസേര വേണം, എന്നാലും എന്നെ ഈ ഒരു സാധ്യതയിലേക്ക് കൊണ്ടുവന്ന ഞാനാണെന്നില്ല, കൊല്ലാതെ വിട്ടേക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ജോൺ പറഞ്ഞതുപോലെ വേറെ സോഫ്റ്റ് കോർണറൊന്നുമില്ല, കൊല്ലാതെ വിട്ടേക്കാം, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ട്. അയാളുടെ ഉദ്ദേശം നടന്നില്ലെന്ന് തോന്നുന്നു. അയാൾ പട്ടാള ഭരണമൊക്കെ ആഗ്രഹിച്ചെങ്കിലും അമേരിക്ക സമ്മതിച്ചില്ല. അമേരിക്കയുടെ നിയന്ത്രണത്തില്ല, പറഞ്ഞു അമേരിക്കയുടെ നിയന്ത്രണത്തില്ല പട്ടാള ഭരണം. ഇനിയിപ്പം ഇവിടുത്തെ അമേരിക്ക ആഗ്രഹിക്കുന്ന പോലെ ആ രാജ്യം നശിച്ച് നാരായണക്കല്ലാകുമ്പോൾ കലാപം അടിച്ചൊതുക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ വരും. ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇയാൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഞങ്ങൾ ഭരണം ഏറ്റെടുത്തു, പട്ടാളം ഭരണം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ പ്രസ്താവന. പക്ഷേ പട്ടാളം ഭരണം ഏറ്റെടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് യൂനിസ് ഖാൻ അമേരിക്കയിലാണ് ഈ കേസെടുത്ത് നാട് കടത്തിക്കൊണ്ട് അയാൾ അമേരിക്കയിലാണല്ലോ. അയാളെ തിരിച്ചു കൊണ്ടുവരിക അമേരിക്ക ചെയ്തത്. എന്നിട്ട് ഇയാളെ താൽക്കാലിക പ്രധാനമന്ത്രിയാക്കി. വേറെ കാര്യം നമ്മൾ ജോൺ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ വാചകത്തിനകത്തുനിന്ന് ആ രാജ്യത്തിൻ്റെ ഭരണം തകിടം മറിക്കുന്നതിന് പട്ടാളം ആണ് ശ്രമിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ആ വാക്കിനകത്തുനിന്ന് പുറകോട്ട് പോകത്തില്ല. ആ രാജ്യത്തിന് സ്വതന്ത്രമായിട്ട് പട്ടാളത്തിൽ തീരുമാനിക്കാമല്ലോ. അപ്പോൾ അമേരിക്കക്കാരൻ പറയുന്ന കാര്യമൊന്നും ഇവിടെ തീരുമാനിക്കേണ്ടതില്ല, എന്തോ അമേരിക്കയാണ് അവിടെ പിറന്നത്. അപ്പോൾ അതല്ല, അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ അട്ടിമറിയുടെ പുറകിൽ ഭാഗ്യശക്തി ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഈ പറയുന്ന പട്ടാള മേധാവിക്ക് പോലും അമേരിക്ക പറയുന്നത് കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ സ്വാധീന വലയത്തിലാണ് ഈ പട്ടാള മേധാവി, പറഞ്ഞ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ചൈനയുടെ അല്ല. അപ്പം അത് പറഞ്ഞു പോയി, അപ്പോൾ വേണ്ട, അങ്ങനെയല്ല തീരുമാനം, ഇങ്ങനെയാണ് തീരുമാനം. അപ്പം ഈ പറയുന്ന ആളിനെ പ്രധാനമന്ത്രിയാക്കാനാണ് തീരുമാനം. ഞാനീ പറഞ്ഞത്, അപ്പം ഈ രീതിയിൽ സമ്പന്നമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു രാജ്യം നാളെ കാലത്ത് ഇന്ത്യയെ പോലും അല്ലെങ്കിൽ ലോകത്തിൽ പല രാജ്യങ്ങളെയും മറികടന്ന് മുന്നോട്ടും പുരോഗതിയിലേക്ക് മുന്നോട്ടും വിദ്യാഭ്യാസ രീതിയിലേക്കും വ്യവസായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഇസ്ലാമിസ്റ്റുകളാണ്. അതായത് ഇവരെന്ത് വായിച്ച് കാണിക്കുന്നുള്ളൂ. അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ, എന്നിട്ട് അവിടെ ദൈവരാജ്യം വന്നെന്നാണ് പറയുന്നത്. ഈ പറയുന്ന പാകിസ്ഥാൻ്റെ അവസ്ഥ, അവിടെ ദൈവരാജ്യം വന്നിരിക്കുക. ഇനി ഈ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചൂഷണം ചെയ്ത് അവർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. മാത്രമല്ല ഇവിടെയൊക്കെയുള്ള എയർബേസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ത്യക്കെതിരെ ചൈനയും അമേരിക്കയും ഇന്ത്യയെ നമ്മളെപ്പോഴും പ്രതിരോധത്തിൽ, നമ്മൾ തന്നെ എപ്പോഴും പ്രതിരോധത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം സൈലൻ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യ വ്യാവസായികപരമായിട്ടും അല്ലെങ്കിൽ എല്ലാ രീതിയിലും സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യയെ പ്രതിരോധത്തിലാക്കണം. മാത്രമല്ല നമ്മുടെ സമീപപ്രദേശങ്ങൾ, ഇപ്പോൾ നമ്മുടെ സമീപപ്രദേശങ്ങളിലെല്ലാം കലാപം നടക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് കലാപം പടരാൻ സാധ്യത, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ ഇപ്പോൾ തന്നെ അതിർത്തിയെല്ലാം നമ്മൾ സുരക്ഷിതമായിട്ട് വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾ കയറാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിനപ്പുറം നമ്മുടെ ബൗണ്ടറിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ മൊത്തം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതാകുന്ന ഒരവസ്ഥ. ഇനി അമേരിക്ക വളരെ കാലം കൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഡോളർ വിനിമയ നിരക്ക് ഇപ്പം സൗദിയിൽ നിന്ന് പോലും മാറ്റി. ഇതിന് സൗദിക്ക് പോലും ധൈര്യം കൊടുത്തത് ഇന്ത്യ പോലുള്ള രാജ്യമാണ്.
നമ്മൾ റഷ്യ എടുത്ത് പറഞ്ഞില്ല ഡോളർ രീതിയിലില്ല, ഇന്ത്യൻ റുപ്പിക്ക് അനുസരിച്ച് വിനിമയം നടത്താൻ റഷ്യ സമ്മതിച്ചു. പല രാജ്യങ്ങളും സംഭവിച്ചല്ലോ. ആദ്യമേ ഈ ഒരു ഐഡിയ ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യമാണ്. അതിനുള്ള ധൈര്യം ഇന്ത്യക്കേ ഉള്ളൂ. അതിനുള്ള ധൈര്യം വന്നത് നരേന്ദ്രമോദി വന്നപ്പോഴാണ്. അപ്പം നരേന്ദ്രമോദിയുടെ വന്നതിന് ശേഷം ഇന്ത്യയിലെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യ നടന്നു നീങ്ങി. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഭരണാധികാരിയെ കേട്ടതിന് ശേഷം ലോകത്തിൽ ഏത് കാര്യത്തിനും ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ബന്ധമുണ്ട്, അതിനപ്പുറം ബന്ധം നമ്മളുമായിട്ട്. ഇറാഖുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, അമേരിക്കയായിട്ട് അത്രയും ബന്ധമില്ല. പറയും ഈ അമേരിക്കയായിട്ട് ബന്ധമുള്ള പല സൗദി അല്ലെങ്കിൽ ഖത്തർ, ദുബായ് അല്ലെങ്കിൽ മറ്റ് ഇവരുടെ രാജ്യങ്ങളുമായിട്ടെല്ലാം നമുക്ക് പേഴ്സണലി ബന്ധമാണ്, നമ്മളുമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം നമ്മളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ലോകത്ത് ഏത് രാജ്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം അതുപോലുള്ള കയറ്റുമതി, ഇറക്കുമതി, നമ്മുടെ വിപണി സാധ്യത ഇതൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് തീരെ സഹിക്കുന്നില്ല. ലോകത്തെ എന്നും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ക്രൈസിസ് ഉണ്ടാക്കിയും അവരുടെ ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാക്കിയും കോപ്പ് കൂട്ടിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇപ്പം അമേരിക്ക സാമ്പത്തികമായിട്ട് പോലും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് അടുത്ത കാലത്തെ റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അപ്പം ഇത് ഒരിക്കലും അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി ഇന്ത്യയെ നാളെ കാലത്തെ പ്രതിരോധത്തിലാക്കി. ഇന്ത്യയുടെ ഈ പ്രാവശ്യം നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആവുന്ന ശ്രമം എല്ലാ രീതിയിലും, ജോർജ് സോറസിൻ്റെ രീതിയിലായാലും മറ്റ് ചൈനയ്ക്ക് സോറസിന് ഫണ്ട് കൊടുത്തു, അല്ലെങ്കിൽ അമേരിക്ക എല്ലാ രീതിയിലും ശ്രമിച്ചു നോക്കി, എന്നിട്ടൊന്നും നടക്കാതെ വീണ്ടും മോദി അധികാരത്തിൽ വന്നു. പിന്നെ തൽക്കാലത്തേക്ക് ചില ആൾക്കാർക്ക് ആശ്വാസത്തിന് വേണ്ടി പറയാം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ബില്ല് വന്നപ്പോൾ തന്നെ JDU അല്ലെങ്കിൽ ഘടകകക്ഷികളുടെയൊക്കെ തീരുമാനം കണ്ടോ? കാരണം അവർക്ക് വേറത്തോട്ട് മാറിയാൽ ഒന്നും പറ്റാത്തൊരവസ്ഥ. BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സേഫാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്. കാരണം എന്താണെന്ന് അറിയോ, ഘടകകക്ഷികൾ മാറിയാൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് വേണ്ടേ? ജോണെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കൂടെ ഇപ്പോൾ JDU ഈ പറയുന്ന ഘടകകക്ഷികൾ അങ്ങോട്ട് പോവുക, എന്നാലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷനേ ഉള്ളൂ. അടുത്ത ഓപ്ഷൻ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവിക്കണമെന്നില്ല, നേരെ തിരിച്ച് സംഭവിക്കാനാണ് സാധ്യത. ഇപ്പം മാത്രമല്ല, ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഉണ്ടായ വിഷയം ഇന്ത്യക്ക് ദോഷമാകുന്ന രീതിയിലാണല്ലോ എല്ലാവരും പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യയിലുടനീളം ഇന്നലെ പ്രകടനമായിരുന്നു, അറിയോ? വാർത്ത ഉണ്ടായിരുന്നു. ഇന്ത്യയിലുടനീളം ഹിന്ദുക്കൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. ജാതിമത ഭേദമന്യേ പാർട്ടിക്കപ്പുറം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം. അപ്പം ആ ഒരു കൂട്ടായ്മ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ ഒരു ഗുണം ഇവിടുത്തെ ഹിന്ദുക്കൾ ഏറ്റെടുക്കും. അല്ല, ആ ഒരു ഗുണം ഇവിടുത്തെ ഇന്ത്യക്ക്, മോദിക്കും ലഭിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഹിന്ദുക്കൾ അത് ഏറ്റെടുത്തു. പിന്നെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ മാത്രം അത് കണ്ടില്ല. കാരണം കേരളത്തിലെ BJPയും ഇവിടുത്തെ വിശാല ഹിന്ദുവും കൂടുതലായതുകൊണ്ട് അവർ പ്രണവം നടത്തി കണ്ടില്ല. ചിലപ്പോൾ നാളെ കാലത്തേക്ക് വന്നേക്കാം. ഏതായാലും ലോകത്തുടനീളം, ഇന്ത്യയിലുടനീളം പ്രകടനങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, അതായത് അവിടുത്തെ ഈ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ ഏറ്റെടുത്തു. അതിൻ്റെ നേട്ടം നാളെ കാലത്ത് നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാം, ഷേഖ് ഹസീന വെളിയിൽ പോയതിന് സന്തോഷിക്കുന്ന മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളും ഒക്കെ അല്പബുദ്ധികളും അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരുമാണ്. ഷേഖ് ഹസീന ഇപ്പോൾ സ്വർഗത്തിലാണ് നിൽക്കുന്നത്. അവരെ എത്ര കാലം വേണമെങ്കിലും ഇന്ത്യ സംരക്ഷിക്കും. പക്ഷേ ഇനിയും ബംഗ്ലാദേശികൾ യഥാർത്ഥ നരകത്തിലേക്ക് പോവുകയാണെന്നാണ് പറയുവാനുള്ളത്. ഇനിയും ആ ഷേഖ് ഹസീന നിർമ്മിച്ച ഒരു ബംഗ്ലാദേശ് ഉണ്ടാവണമെങ്കിൽ ഒരു 50 കൊല്ലം അത്തരത്തിലുള്ളൊരു ഭരണാധികാരി ഉണ്ടായാലേ സാധിക്കത്തുള്ളൂ. അനുഭവിച്ചോളുക. ഓക്കെ.